കലിപ്പിനും അവഗണനയ്ക്കും അത് തന്നെ മറുപടി. വീണ്ടും പരസ്പരം മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. അടിക്ക് തിരിച്ചടിയുമായി ഇവരിനി എത്ര കാലം പരസ്പരം മിണ്ടാണ്ടിരിക്കുമെന്നോ. റിപ്പബ്ലിക് ദിനാഘോഷം. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും പോര് ഒന്നാം ഭാഗം. ഒന്നാം ഭാഗമാണോ? അപ്പൊ നയപ്രഖ്യാപനത്തിന് നിയമസഭയിലെത്തിയപ്പോ പരസ്പരം മിണ്ടാണ്ടിരുന്നതോ? അപ്പൊ രണ്ടാം ഭാഗം. രണ്ടാം ഭാഗോ? അപ്പൊ ഗണേഷ് കുമാറിന്റെയും കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പരസ്പരം മിണ്ടാണ്ടിരുന്നതോ? അപ്പം മൂന്നാം ഭാഗമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഇവരുടെ പിണക്ക് ഇങ്ങനെ കാണ്ടം കണക്കെ കിടക്കല്ലേ, വേറെ രീതിയിൽ മാറ്റിപ്പിടിക്കാം. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പരസ്പരം മിണ്ടാതെ നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. നിയമസഭയിൽ വന്നപ്പോൾ ഗവർണർ ആരെയും മൈൻഡാക്കിയില്ല, മിണ്ടിയില്ല, ചിരിച്ചില്ല എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങളുടെ പരാതി. ഒക്കെ തീർത്തരാ. എല്ലാവരുടെയും മുഖത്ത് നോക്കി നമസ്കാരം കൊടുത്തിട്ട് തന്നെ കാര്യം. അത് ശരി, കൈകൂപ്പി എല്ലാവർക്കും വണക്കം കൊടുത്തിട്ട് അന്നേരം നിന്ന് ഒറ്റൊരെണ്ണം മൈൻഡാക്കി നോക്കിയേ. എന്നിട്ട് ഗവർണർ പോയതിന്റെ പിന്നാലെ പറഞ്ഞു ചിരിക്കുക. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഓ, നമ്മള് കൈകൂപ്പിട്ട് അവര് തിരിച്ച് വിഷ് ചെയ്യാഞ്ഞത് മോശമായി പോയല്ലോ ഗവർണർജി. സാരില്ല, കുറച്ചേരം മിണ്ടാണ്ടിരുന്നു നോക്കാം. ഈ മിണ്ടോ? അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യോ? അങ്ങനെ മുഖ്യമന്ത്രി ഒളി കണ്ണിട്ടിട്ടെങ്കിലും ഗവർണർ നോക്കുമെന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാ കണ്ണുകളും മുഖ്യമന്ത്രിയിലേക്ക്. ഇല്ല, അവർ മിണ്ടുന്നുമില്ല, ചിരിക്കുന്നുമില്ല, പരസ്പരം ഒന്നും നോക്കുക പോലും ചെയ്യണില്ല. ഒരു കാരണവശാലും നോക്കി ചിരിക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി ചിരിക്കട്ടെ എന്ന് രണ്ടാളും മനസ്സിൽ ഉറപ്പിച്ചിട്ട് തലയനക്കാതെ നേരെ നോക്കിയങ്ങിരുന്നു. ഒരു സംസാരവും ഇല്ല, മൊത്തം സൈലന്റ്. മിണ്ടാതെ ഉരിയാടാതെ ഒരേ ഇരിപ്പ്. കണ്ണീർ കയത്തിനക്കരെ ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് അങ്ങനെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗവർണർ തിരിച്ചു പോകാൻ പോവാണ്. മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഗവർണർജി വീണ്ടും കൈകൂപ്പി തിരിച്ചൊരു നമസ്കാരം തരുന്നുണ്ട്. തിരിച്ച് നമസ്കാരം തന്നില്ലെങ്കിലാണ് പ്ലീസ് തരണം. ഞങ്ങളുടെ ഗവർണർജിയെ ഇനി അപമാനിക്കരുത്. പേടിക്കണേ, എന്തു കാര്യം തുറന്നു പറഞ്ഞോളി, നമ്മളെല്ലാം എന്റെ കൂടെ ഉണ്ട്. കണ്ടോ, ഗവർണർ നമസ്കാരം കൊടുത്തിട്ട് മുഖ്യമന്ത്രി നിൽക്കണം നിൽക്കണ്ട. പക പോക്കുകയാണല്ലേ. എന്നാലും ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഗവർണർജി എങ്ങനെ അപമാനിക്കണ്ടായിരുന്നു CM? ഞാൻ ആ കളിയൊക്കെ വിട്ടു. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാന്നല്ലാതെ. കറക്റ്റ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധം വന്നല്ല. ഇത്ര നാളും മാസമായി നിന്ന് മുഖ്യമന്ത്രിയും കൂട്ടരെയും തിരിഞ്ഞു നോക്കാണ്ട് മുഖം വീർപ്പിച്ച് നിന്ന ഗവർണർജിക്ക് അവർ പൊതുവേദിയിൽ മിണ്ടാതെ നിന്ന് തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. ഈ അപമാനം ഞങ്ങളുടെ ഗവർണർജി എങ്ങനെ സഹിക്കും? കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിയത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 മിനിറ്റ് 17 സെക്കൻഡ് കൊണ്ട് നയപ്രഖ്യാപനം നടത്തി സ്വയം ഹീറോ ആയ പോലെ ഞങ്ങളുടെ ഗവർണർജി പാഞ്ഞു വന്നില്ലേ. ഗവർണർ വരുന്നത് കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല, ഒറ്റ പോക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആകെ അതിൽ കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു. അത് വാസ്തവത്തിൽ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി. അത് പിന്നെ SFI പിള്ളേർ ഗവർണർജിയെ കരിങ്കൊടി കാണിച്ചു തൊട്ട് ഒരുപാട് സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ പുള്ളിയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ മുഖ്യമന്ത്രിയോടൊക്കെ ചിരിച്ചു പെരുമാറാ? ഗവർണർ കുറെ കൂടെ ഒരു സഭയിൽ നയപ്രഖ്യാപനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രഖ്യാപനം വായിക്കാതിരിക്കാനുള്ള ആരോഗ്യക്കുറവൊന്നുമില്ല. കാരണം ആഴ്ചയ്ക്ക് ഡൽഹിയിൽ പോകുന്ന ഒരാൾക്ക് നയപ്രഖ്യാപനം വായിക്കാൻ എന്താ അത്ര അസുഖം? അപ്പോൾ എൻ്റെ ഗവൺമെൻറ് എന്നുള്ള വാചകം മദ്യം ഒഴിവാക്കി. കേന്ദ്രത്തിന് തെറി പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ സർക്കാർ എന്നുള്ള പ്രയോഗം മദ്യം ഒഴിവാക്കി. അപ്പോൾ 78 മിനിറ്റ് കൊണ്ട് എല്ലാം തീർന്നു, അല്ല 78 സെക്കൻഡ് കൊണ്ട് എല്ലാം തീർന്നു. ആകെ 78 സെക്കൻഡാണ് ഒരു ഗവർണറുടെ നയപ്രഖ്യാപനം. അതായത് ഒരു മെച്ചമുണ്ട്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഏറ്റവും ചുരുങ്ങിയ സമയം 78 സെക്കൻഡ് മാത്രം സഭയിൽ പ്രഖ്യാപനം നടത്തിയ ഗവർണർ എന്ന പേര് അദ്ദേഹത്തിനും. അത് കേട്ടിരുന്നതിൻ്റെ ക്രെഡിറ്റ് മുഖ്യമന്ത്രിക്കും. ഞങ്ങളേതായാലും തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ മുഖ്യമന്ത്രി ഗവർണർ അപമാനിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് ബൊക്കെ കൊടുത്തില്ലേ? അപ്പൊ ഗവർണർജിയും മുഖ്യമന്ത്രിനെ മൈൻഡാക്കിയില്ലല്ലോ. അപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷീണം വന്നിട്ടില്ല എന്ന് കരുതി ആശ്വസിക്കുക ഗവർണർജി. അല്ല ഗോവിന്ദ മാഷെ, നിങ്ങളിങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന നാണക്കേടല്ലേ? മുഖ്യമന്ത്രിയും ഗവർണറും മിണ്ടാണ്ടിരുന്നിട്ട് ജനങ്ങൾക്ക് എന്തിട്ട് കാര്യം? ഗവർണറുടെ നിലപാടാണ്. ഗവർണർ കുറേ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട്. ആ വെറുതെ അല്ല ഗവർണർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ല, ഗവർണറുടെ പെരുമാറ്റം ശരിയല്ലെന്നാണോ പറയണെന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതല്ല മാഷെ, റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ മുഖ്യമന്ത്രി മിണ്ടിയില്ല, ഗവർണറും മിണ്ടിയില്ല. ഗവർണർ കൈകുപ്പിയപ്പോൾ മുഖ്യമന്ത്രി മുഖത്ത് പോലും നോക്കിയില്ല. അങ്ങനെയൊക്കെ ചെയ്യണത് മോശമല്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നിലവിട്ടിരിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടല്ലേ, അത് അത്രയല്ലേ പറയണ്ടു. അദ്ദേഹം ഇങ്ങനെ ഇരുന്നാലും അദ്ദേഹം മിണ്ടാനും ഒന്നും തയ്യാറാവുന്നില്ലെന്ന് അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ നിലവിട്ട രീതിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണർ ചെയ്താലും മോശം, മുഖ്യമന്ത്രി ചെയ്താലും നല്ലതെന്നല്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്ക് എന്താവാന്നാണ് പറയണേ? ഗവർണർ ചെയ്തത് ശരിയല്ല. അദ്ദേഹത്തിന് ഗവൺമെന്റിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിന് മുഖ്യമന്ത്രിയുടെ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല. അതൊരു ഗവർണറുടെ അന്തസ്സിന് ചേരാത്താണ്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. പിന്നെ ഈ മിണ്ടാട്ടമുട്ടലും പിണക്കവും ഇന്നലെ തുടങ്ങിയതൊന്നല്ലോ. KB ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്തായിരുന്നു? അവിടെയും പരസ്പരം മുഖം കൊടുക്കാതിരിക്കാൻ രണ്ടുപേരും നല്ലോണം ശ്രദ്ധിച്ചിരുന്നില്ലേ? എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി പിണക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യമന്ത്രിയുടെ സൈലന്റ് മറുപടി മാത്രമല്ല, അത് കഴിഞ്ഞും മുഖ്യമന്ത്രി ഗവർണർക്ക് മറുപടി കൊടുത്തു. ഗവർണറുടെ റിപ്പബ്ലിക് ദിന സൽക്കാരം മുഖ്യമന്ത്രി മന്ത്രിമാരും ബഹിഷ്കരിച്ചു. ഉദ്യോഗസ്ഥരൊഴികെ ഒരു മന്ത്രിമാരും ഗവർണറുടെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് രാജ്ഭവന്റെ പടി ചവിട്ടിയില്ല. എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കുന്നത്? ജനം പരിഹസിച്ചിരിക്കുകയാണ് ഈ കോപ്രായങ്ങൾ കണ്ടിട്ട്. രണ്ടും കണക്കാണ്. മുഖ്യമന്ത്രിയും കണക്ക് തന്നെ, ഗവർണറും കണക്ക് തന്നെ. ഒരേ നാണയത്തിന്റെ ഇരുവശം പോലെ നമ്മുടെ മുഖ്യമന്ത്രിയും ഗവർണർജിയും. ഒരാൾ ഇരട്ടച്ചങ്ങനാവുമ്പോൾ മറ്റേയാള് 3 ചങ്കൾ ആളെ പോലെ പെരുമാറും. ഒരാൾ ഇണങ്ങാൻ വരുമ്പോൾ മറ്റേയാൾ പിണങ്ങി മാറും. പക്വതയുടെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും ഗവർണർജിയുമാണ് നമ്മുടെ ഐശ്വര്യം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.